Bismillahirrahmanirrahim. Ya Rahman, Ya Rahim, Ya Allah. These names of Allah signifies God's boundless and all-encompassing mercy that is extended to all creation, regardless of their faith, action, or status. It reflects a universal divine mercy that is inherent in all aspects. യാ റഹ്മാൻ, യാ റഹീം ഏറ്റവും ആദരിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ഗുണനാമങ്ങളിലൊന്നാണ്. പ്രാർത്ഥനകളിലും ദുആകളിലും ഖുർആൻ പാരായണത്തിലും ഇത് സാധാരണയായി ആവർത്തിക്കുന്നതാണ്. യാ റഹ്മാൻ, ഏറ്റവും കരുണയുള്ളവൻ അല്ലെങ്കിൽ ഏറ്റവും ദയുള്ളവൻ. ദൈവത്തിൻ്റെ ഈ ഗുണം അതുല്യമായ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന കരുണയെ പ്രതിനിധാനം ചെയ്യുന്നു. അത് സൃഷ്ടിക്കപ്പെട്ട ഏവർക്കും, അവരിൽ ഭക്തിയില്ലാത്തവരോ ആയാലും പ്രയോഗിക്കുന്നു. ഇത് സൃഷ്ടിക്കപ്പെട്ട ജീവജാലങ്ങൾക്കും എല്ലായിടത്തും ദൈവം കാട്ടുന്ന പൊതുവായ ദയയെ പ്രതിനിധീകരിക്കുന്നു. യാ റഹീം, ഏറ്റവും ദയുള്ളവൻ. യാ റഹ്മാനിൽ നിന്ന് വ്യത്യസ്തമായി യാ റഹീം ദൈവത്തിൻ്റെ പ്രത്യേകതയുള്ള ദയയെ ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ച് വിശ്വസിക്കുന്നവരുടെ ദൈവിക കൈത്താങ്ങിനും സുരക്ഷയ്ക്കും ലക്ഷ്യം വെച്ചാണ് ഇത്. ദൈവം വിശ്വസിക്കുന്നവരെ പരിപാലിക്കുന്നതെയും വിശ്വാസി ഫലിക്കുന്നു. ഈ ഗുണനാമങ്ങൾ ബിസ്മില്ല എന്ന പ്രസിദ്ധമായ വാക്യത്തിന്റെ ഭാഗ്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് കരുണയുള്ളവനും ഏറ്റവും ദയുള്ളവനും ഓരോ അധ്യായത്തിനു മുമ്പായി പാരായണം ചെയ്യപ്പെടുന്നു. വിശ്വാസികൾ ഇവ ദൈവത്തിന്റെ കരുണയും രക്ഷയും ആയി പ്രാർത്ഥിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഈ വാചകങ്ങളുടെ ആവർത്തനം ധ്യാനത്തിന്റെ ഭാഗമായും ദൈവത്തോടുള്ള ആഴമുള്ള ബന്ധമായും പ്രവർത്തിക്കുന്നു. ഇതിന്റെ വിശ്വാസം ദൈവിക ദയയുടെ ആവിഷ്കാരമായി എല്ലാ മനുഷ്യരും പരസ്പരം സ്നേഹത്തോടെ കരുണയോടെ പെരുമാറണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രാർത്ഥനകളിലും ദുആ സമയങ്ങളിലും ഈ ഗുണനാമങ്ങൾ ആശ്വാസവും ആത്മീയ ബലവും നൽകുന്നു. വിശ്വാസികൾ ദൈവത്തിന്റെ സ്ഥിരമായ ചിന്തയിൽ ആശ്രയപ്പെടുന്നു. ഈ നാമങ്ങളുടെ ആവർത്തനം യാ റഹീം, യാ റഹ്മാൻ സാർവികമായി ദൈവത്തിന്റെ അങ്ങേയറ്റം വ്യാപിച്ചിരിക്കുന്ന ദയയെയും വിശ്വാസികൾക്ക് നൽകുന്ന ആത്മീയ ആശ്വാസവും പ്രതിനിധീകരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന മുമ്പായി ഈ വാക്യം ചൊല്ലുക പതിവാണ്. ഉദാഹരണത്തിന് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, പഠനം തുടങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പുതിയൊരു പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പ്. ഇത് അള്ളാഹുവിനോട് ആശ്രയപ്പെട്ട് ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് അനുഗ്രഹവും നടക്കുമെന്നുള്ള വിശ്വാസത്തിൻ്റെ പ്രതീകവുമാണ്. ഇത് നമ്മുടെ ഏകലോക രക്ഷിതാവിൻ്റെ അനന്തമായ കരുണയും ദയയും അർഹിക്കുന്നതിന് ഒരു ആഹ്വാനം കൂടിയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെ സാർവികമായി അനുഗ്രഹവും സഹായവും പ്രാപിക്കാനുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ്. വിശ്വാസികൾക്കുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതും എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ ആരംഭിക്കുന്നതിൻ്റെയും അടയാളമാണിത്. യാ റഹ്മാൻ, യാ റഹീം. യാ മലിക് എന്നത് റഹ്മാനും റഹീമും കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ മൂന്നാമത് വരുന്നതാണ്. ഏറ്റവും വലിയ രാജാവ് അല്ലെങ്കിൽ ഏകാധിപതി. യാ മലിക് എന്നത് അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൻ്റെയും സമ്പൂർണ്ണ നിയന്ത്രണത്തിൻ്റെയും പ്രതീകമാണ്. അള്ളാഹു സൃഷ്ടിയിലെ എല്ലാ കാര്യങ്ങളിലും പരമാധികാരമുള്ളവനാണ്. അള്ളാഹു തന്നെയാണ് സമസ്തത്തിൻ്റെ ഉടമസ്ഥനും ന്യായവാനായ ഭരണാധികാരിയും. യാ മലിക് എന്ന് വിളിക്കുന്നത് അള്ളാഹുവിൻ്റെ പരിപൂർണ ഭരണവും ആധിപത്യവും അംഗീകരിക്കലാണ്. ഇതുവഴി അള്ളാഹു ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും സിംഹാസനത്തിൽ ഇരിക്കുന്ന ഏകാധിപതി ആണ് എന്ന് ഒരു ധാരണയുണ്ടാകുന്നു. നമ്മുടെ പ്രാർത്ഥനകളിലും ദുആകളിലും യാ മലിക് എന്ന് വിളിക്കുന്നതിന് മുഖ്യമായ ഉദ്ദേശ്യം ദൈവത്തിൻ്റെ സമഗ്രാധിപത്യം ഉൾക്കൊള്ളുന്നതിനായിരിക്കും. ഈ ഗുണനാമം ഓർക്കുന്നത് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിനും വിധിക്കും കീഴടങ്ങുന്നതിനുള്ള മനസാക്ഷിയെ വളർത്തുന്നു. മാലിക് യൗമിദ്ദീൻ
ന്യായപ്രവർത്തനായ രാജാവ് എന്നൊക്കെ ഖുർആനിൽ ദൈവത്തെ പരാമർശിക്കുന്നു. വിശ്വാസികൾ ഈ ഗുണനാമം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ, അള്ളാഹുവിൻ്റെ പരിണാമത്തിൽ ആത്മവിശ്വാസം വെക്കുകയും സമാധാനത്തോടെ അള്ളാഹുവിൻ്റെ നീതിയിലേക്ക് വഴിമാറുകയും ചെയ്യുന്നു. ഈ മാലിക് എന്ന ഗുണനാമം വിശ്വാസികളെ അള്ളാഹുവിൻ്റെ കാര്യങ്ങളിലെ അന്തിമമായ ആധിപത്യത്തോടു കൂടി ആത്മവിശ്വാസം നിറച്ചും സമർപ്പിത ഭക്തിയോടെയും പ്രാർത്ഥിക്കാൻ പ്രചോദനം നൽകുന്നു. അൽ ഖുദ്ദൂസ്, അൽ സലാം, അൽ മൂമിൻ ഇതും അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ പെട്ടതാണ്. അൽ ഖുദ്ദൂസ് എന്നത് പരമമായ ശുദ്ധൻ, പരിശുദ്ധൻ എന്നാണ് അർത്ഥം. അള്ളാഹുവിൻ്റെ പരിപൂർണ ശുദ്ധിയും പരമമായ വിശുദ്ധിയുമാണ്. അള്ളാഹു ഏത് ദോഷത്തെയും അപവിത്രതയും അകറ്റി ശുദ്ധവും ദൈവികവുമായ ഒരാളാണ്. അൽ ഖുദ്ദൂസ് എന്ന് വിളിക്കുന്നത് അള്ളാഹുവിൻ്റെ വിശുദ്ധിയും വൈഷ്ണവത്വവും പ്രാപിക്കുന്നു. അള്ളാഹു എല്ലാ സൃഷ്ടികളിൽ നിന്നും വ്യത്യാസമാണ്. പരിമിതികളും അപവാദങ്ങളും ഇല്ലാത്തതുകൊണ്ട് അള്ളാഹു ശുദ്ധവും പരിപൂർണവുമാണ്. ഈ ഗുണനാമം വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ അശുദ്ധമായ സത്യത്തിൻ്റെ പ്രതീകമായി മാറുന്നു. എല്ലാ പാപങ്ങളെയും അതിജീവിച്ച് അള്ളാഹുവിനെ ആരാധിക്കാൻ പ്രചോദനം നൽകുന്നു. ഈ ഗുണനാമം അള്ളാഹുവെ അനുസ്മരിപ്പിക്കൽ, ശുദ്ധവും ദൈവീകവുമായ അള്ളാഹുവിനെ ആരാധിക്കാനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. അൽ ഖുദ്ദൂസ് എന്ന് വിളിക്കുന്നത് വിശ്വാസിയെ ശുദ്ധമായ നിലയിൽ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുപമമായ സത്യത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. അസ്സലാം, രക്ഷകൻ. അള്ളാഹുവിൻ്റെ 99 നാമങ്ങളിൽ ഒന്നാണ് അസ്സലാം. ശാന്തി, സമാധാനം അല്ലെങ്കിൽ സുരക്ഷ. അസ്സലാം എന്നത് അള്ളാഹുവിൻ്റെ പരമമായ സമാധാനത്തിൻ്റെയും സുരക്ഷയും പ്രതിനിധാനം ചെയ്യുന്നു. അള്ളാഹു തന്നെയാണ് സമാധാനത്തിൻ്റെ ഉറവിടം, ജീവിതത്തിലെ എല്ലാ തരംഗങ്ങളിലും സമാധാനം നൽകുന്നവൻ. ഈ ഗുണനാമം അള്ളാഹുവിൻ്റെ ഏതു തരത്തിലുള്ള പോരായ്മകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും സ്വതന്ത്രമായ ശാന്തതയും സുരക്ഷതയും പ്രകടമാകുന്നു. അസ്സലാം എന്നത് അള്ളാഹുവിൻ്റെ അനുയോഗത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഉറവിടമെന്ന സന്ദേശം നൽകുന്നു. അള്ളാഹു തന്നെയാണ് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിലും സമാധാനവും സുരക്ഷയും നൽകുന്നത്. ഈ ഗുണനാമം ഉപയോഗിക്കുന്നത് ജീവിതത്തിൽ സമാധാനം, സംരക്ഷണം, ആശ്വാസം എന്നിവ പ്രാപിക്കാൻ അള്ളാഹുവിനോട് ആശ്രയപ്പെടുന്നതിന് ഒരിക്കൽ കൂടി പ്രേരിപ്പിക്കുന്നു. അസ്സലാം. ഈ ഗുണനാമം പ്രാർത്ഥനകളിലും ദുആകളിലും പലയിടത്തും ഉപയോഗിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ സമാധാനം പ്രാപിക്കാനും അല്ലെങ്കിൽ അനുഗ്രഹം പ്രാപിക്കാനും അസ്സലാം എന്ന നാമം അള്ളാഹുവിൻ്റെ പരിപൂർണ സുരക്ഷയും സമാധാനവും ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസികളെ അവരുടെ ജീവിതം സമാധാനപരമായി നയിക്കാൻ പ്രചോദനം നൽകുന്നു. അള്ളാഹുവിൻ്റെ എല്ലാ സൃഷ്ടികൾക്കും അയച്ചിരിക്കുന്ന അസ്സലാം ആകെ ശാന്തിയും സമാധാനവും പ്രതിനിധീകരിക്കുന്നു. അള്ളാഹു ആരും ഭയപ്പെടാതെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഉറവിടമാണ്. വിശ്വാസികൾ ഈ ഗുണനാമം പ്രയോഗിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സമാധാനത്തിൽ വിശ്വാസം വെക്കുകയും അവരുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അസ്സലാം എന്ന ഗുണനാമം അള്ളാഹുവിൻ്റെ സമാധാനം, സുരക്ഷ, ശാന്തത എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. അള്ളാഹു ആണ് രക്ഷകൻ. അൽ മുഅ്മിൻ. അൽ മുഅ്മിൻ എന്നത് അള്ളാഹുവിൻ്റെ ഗുണനാമങ്ങളിൽ ഒന്നാണ്. അഭയദായകൻ, സുരക്ഷ നൽകുന്നവൻ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഉറവിടം. അൽ മുഅ്മിൻ എന്നത് അള്ളാഹുവിൻ്റെ വിശ്വസ്തതയും സംരക്ഷണവും പ്രതിനിധീകരിക്കുന്നു. അള്ളാഹു തന്നെയാണ് വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ വിശ്വാസവും ആത്മവിശ്വാസവും ഉറപ്പിക്കുന്നവൻ. ഈ ഗുണനാമം അള്ളാഹു എല്ലാ ഭയങ്ങൾക്കും അതീതമായ സംരക്ഷണവും സുരക്ഷയും നൽകുന്നവനെന്ന് പ്രതിനിധീകരിക്കുന്നു. അൽ മുഅ്മിൻ എന്ന് വിളിക്കുന്നത് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ ആശ്രയപ്പെടുന്നതിൻ്റെ പ്രതീകമാണ്.
അള്ളാഹു വിശ്വാസികൾക്ക് സുരക്ഷിതത്വം നൽകുകയും അവരുടെ ജീവിതത്തിൽ ആശ്വാസം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ഗുണനാമം വിശ്വാസികൾക്ക് ആത്മവിശ്വാസം നൽകുകയും അള്ളാഹു തന്നെയാണ് അവർക്ക് ആശ്രയവും സുരക്ഷയും നൽകുന്നവനെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഗുണനാമം അള്ളാഹുവിന്റെ സംരക്ഷണം പ്രാപിക്കാനും അവരുടെ മനസ്സുകളിൽ അള്ളാഹുവിന്റെ വിശ്വാസം ഉറപ്പിക്കുന്നതിന് പ്രാർത്ഥനകളിലും ദുആകളിലും ഉപയോഗിക്കുന്നു. അൽ മുഅ്മിൻ എന്ന ഗുണനാമം അള്ളാഹുവിന്റെ വിശ്വസ്തതയെ പ്രതിനിധീകരിക്കുന്നു. അത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു തന്നെയാണ് സംരക്ഷണം എന്ന് ഉറപ്പുവരുത്തുന്നു. അൽ മുഅ്മിൻ എന്ന ഗുണനാമം അള്ളാഹു ആരോടും വിചാരമില്ലാതെ സ്വന്തം സംരക്ഷണയും സുരക്ഷയും നൽകുന്നു എന്ന സന്ദേശം നൽകുന്നു. അള്ളാഹു വിശ്വാസികൾക്ക് അവരിൽ ആത്മവിശ്വാസം സ്ഥാപിക്കുകയും അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. വിശ്വാസികൾക്ക് അള്ളാഹുവിന്റെ ഗുണനാമം വലിയ ആശ്വാസവും അള്ളാഹുവിന്റെ പൂർണ്ണ സംരക്ഷണത്തിന്റെ ഉറപ്പുമാണ്. അൽ മുഅ്മിൻ എന്ന ഗുണനാമം അള്ളാഹു വിശ്വാസികളെ എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കുന്നതിന്റെ പ്രതീകമാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനം അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാകുന്നു. സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനത്തെക്കാൾ ഉത്തമമായ മറ്റൊന്നും ലോകത്തിലില്ല. ചിപ്പിയിൽ സൂക്ഷിക്കപ്പെട്ട മുത്തുപോലെയാണത്. ദിവ്യപ്രേമത്തിന്റെ അനുഭൂതി നുണഞ്ഞ് ആത്മീയ യാത്ര ചെയ്യുന്നവർ ഈ മധു ആവോളം നുണഞ്ഞവരാണ്. അള്ളാഹുവെ മനസ്സിലാക്കേണ്ടതുപോലെ മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ല. അന്ത്യനാളിൽ മുഴുവനും അവിടുന്ന് ഒരു പിടിയിൽ ഒതുക്കും. ആകാശങ്ങൾ വലത്തുകൈയിൽ അദ്ദേഹം ചുരുട്ടിപ്പിടിക്കും. അള്ളാഹു അത്രേ പരിശുദ്ധൻ. ജനങ്ങൾ പങ്കുചേർക്കുന്നതിനെല്ലാം അവിടുന്ന് അതീതനാകുന്നു. അള്ളാഹുവിന്റെ മനോഹരമായ നാമങ്ങൾ കാണാതെ പഠിക്കുകയും അത് സൂക്ഷിക്കുകയും അത് മുഖേന ദുആ ചെയ്യുകയും ദിവസവും അത് ആവർത്തിക്കുകയും അതിന്റെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗപ്രവേശനം ഉറപ്പാണ്. ഇക്കാര്യം ശരിക്കും ഉൾക്കൊള്ളുകൊണ്ട് അള്ളാഹുവിന്റെ 91 നാമങ്ങൾ അർത്ഥസഹിതം കാണാതെ പഠിച്ച് ദിവസവും പലതവണ ആവർത്തിച്ച് ഓതുക. യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ അല്ലാഹ്, യാ റഹീമു, യാ അല്ലാഹ്, യാ മലിക്കു, യാ അല്ലാഹ്, യാ ഖുദ്ദൂസു, യാ അല്ലാഹ്, യാ സലാമു, യാ അല്ലാഹ്, യാ മുഅ്മിനു, യാ അല്ലാഹ്.